ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ടേബിൾ ക്ലീനാക്കാണ്. അപ്പം ഇന്നിപ്പോൾ ക്ലീനാക്കാൻ വേണ്ടി നല്ല ചെയറായിട്ടാണ്, ഫുള്ളും ഡേർട്ടി ആയിട്ടാണ്, എല്ലാം അലങ്കാലമായിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഓരോന്നായിട്ട് ക്ലീനാക്കാനാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ എൻ്റെ ക്രോഷറ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പൗച്ച് അങ്ങോട്ട് നോക്കി നമ്മൾ ക്രോഷറ്റ് ചെയ്യാറുണ്ട്. ക്രോഷറ്റിൽ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ചെയ്തത് പറഞ്ഞാൽ ഷൂ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഹാഫ് ചെയ്തിട്ട് വെച്ചാണ് ഷൂവിൻ്റെ, ഫുള്ളായിട്ടില്ല. പിന്നെ എന്തിൻ്റെ ഒരു ബാഗ്, ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നൊരു ക്രോഷൻ ബാഗാണ് ആക്കിയത്. ഇതിൽ അത്യാവശ്യം നല്ല പിടിക്കാനൊക്കെ ഇത് പറ്റുന്നതാണ്. ഇതിൽ ഞാൻ ആക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്താണ് വേണ്ടത് അതൊക്കെ ഇതിനുള്ളിൽ വെക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ പൗച്ച് കാണിച്ചത്, പൗച്ചിൻ്റെ ഉള്ളിൽ എന്താണ് പൗച്ച് തന്നെ പിന്നെ വേണമെന്നൊക്കെ ഞാൻ എൻ്റെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്തായിരുന്നു. വേണമെന്നുള്ളവർ എൻ്റെ ചാനലിൽ നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഹൈലൈറ്റ് ഉണ്ട്. പിന്നെ എന്താ പൗച്ചിൻ്റെ ഉള്ളിൽ എടുക്കുമ്പം ഒരു പെൻസിലുണ്ട്. ഞാനിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒക്കെ മൊത്തം അലങ്കാരമായത്. പിന്നെ കുറച്ച് ഹൈലൈറ്റേഴ്സ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനമുണ്ട്. അതൊക്കെ കാണിച്ചായിരുന്നു എൻ്റെ ബാക്ക് ടു സ്കൂളിൽ. വേണമെന്നുള്ളവർ എൻ്റെ ചാനലിൽ നോക്കുക. ഇത് ഞാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പൗച്ചാണ് ഞാൻ വാങ്ങിയാണ്. ഇപ്പോൾ യൂസ് ആക്കിയതിന് ശേഷം നല്ല ഇതിട്ടൊന്നും ആയിട്ടേ ഇല്ല, ഇത് നല്ലതാണ്. പിന്നെ ഞാൻ അവിടെ ഒരു മൗലവിയുടെ വെച്ചിട്ടുണ്ട്. ഞാൻ സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങിയത് മൗലവിന്നാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് തിങ്സ് ഉണ്ട്. കണ്ടു, നമ്മൾ മൈ ഫ്രണ്ട് എഴുതിയിട്ടുള്ള ഒരു പെൻസിൽ, മരത്തിൻ്റെ പെൻസിൽ, നല്ല ക്യൂട്ടായിട്ടുള്ള അങ്ങനത്തെ എന്തൊക്കെ ഐറ്റംസ്. പിന്നെ സിസേഴ്സ്, അങ്ങനെ ക്രാഫ്റ്റിനകത്തൊക്കെ ഉപയോഗിക്കുന്നതിൽ വെച്ച്. അപ്പം ക്രോഷൻ്റെ ഐറ്റംസ് ഞാൻ ചോദിച്ചാൽ അതിലൊക്കെ ആയിട്ട് വെക്കാമെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇത് ഇവിടെ കാണുമ്പം ഭയങ്കര ഡേർട്ടി ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ സ്കൂൾ തുറന്നുകൊണ്ട് ഞാൻ ക്രോഷറ്റ് ഐറ്റംസിനെ കൊണ്ട് അധികം ചെയ്യാറൊന്നുമില്ല. ഞാൻ ഇതിലേക്ക് ഈ കൊട്ടയിലൊന്നും ഞാൻ യൂസ് ആക്കാത്ത, അധികം യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെക്കാണ്. ഇതിലേക്ക് നമുക്ക് ഇത് ഒരിടത്ത് വെച്ചാൽ നല്ല നീറ്റായിട്ട് കാണും നമ്മുടെ ഇതൊക്കെ. എൻ്റെ സെറ്റ് ഞാൻ ഇതൊക്കെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ കവറെന്ന് വെച്ചാൽ ഇവിടെ വെക്കാണ്, ടോപ്പിലായിട്ട് വെക്കാണ് സ്റ്റേറ്റ് ടേബിളിൻ്റെ. ഇനി നമുക്കിവിടെ ഒരുപാട് ബുക്സൊക്കെ ഒരുപാട് ഇങ്ങനെ അൺനീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്താ പൗച്ച് ഒക്കെ എന്തോ വേറെ തന്നെ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളതാണ്. ഞാൻ പൗച്ചിൻ്റെ ഉള്ളിൽ അവിടെ പെന്ന് അവിടെയാണുള്ളത്. അപ്പോൾ പെൻസൊക്കെ ഇവിടെ നമ്മൾ പെന്ന് ഷാർപ്പനറൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്പെക്സാണ്. ചെറിയ ഒരു കണ്ണി പ്രോബ്ലം ആയതുകൊണ്ട് എനിക്ക് റീഡിങ് ക്ലാസ് ആയിട്ടാണ് വെക്കുന്നത്. ഫുൾ ടൈമൊന്നും വെക്കണ്ട, എനിക്ക് റീഡിങ് എഡിറ്റിങ് ഈ ടൈമിലൊക്കെ വെക്കേണ്ട സ്പെക്സാണ്. അപ്പോൾ ഇതൊക്കെ വേറെ തന്നെ ആയിട്ട് ഞാൻ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ വെച്ചതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കണം. ഐശ്വര്യസ് ലെൻസാണ് ഞാൻ വെയർ ചെയ്യുന്നത്. പിന്നെ ഇനി എൻ്റെ വാച്ചസിൻ്റെ കമ്പനി എന്ന് പറയുന്നത് വാച്ചാണ് കാണിക്കുന്നത്. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 7:52 ആണ് മോർണിംഗ്. എന്നിട്ട് എൻ്റെ വാച്ചൊക്കെ സെറ്റാക്കാൻ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇന്ന് യൂസ് ആക്കുന്ന വാച്ച് എന്ന് പറയുന്നത് കാഷ്വാണ്. മറ്റേതൊന്നും ഞാൻ അധികം യൂസ് ആക്കില്ല, ഞാൻ അധികം യൂസ് ആക്കുന്നതാണ്. പിന്നെ ഇത് ഫെവിക്കോൾ ഉണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ഫെവിക്കോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരു ഫെവിക്കോൾ ഉണ്ട്. പിന്നെ വേസ്റ്റൊക്കെ മലയത്തിൽ വെച്ചു. പിന്നെ എൻ്റെ ബാഗിലേക്ക് കിട്ടിയ സ്റ്റിക്കറാണ് ഉള്ളത്. പിന്നെ സ്റ്റിക്കറും ഞാനിതൊക്കെ മടക്കി വെച്ചു. ഇതൊക്കെ ഞാനൊരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രോഷറ്റിൻ്റെ വൂൾസിൽ കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ വെച്ച്. പിന്നെ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പിന്നെ വീണ്ടും ഒരു ഫെവിക്കോളാണ്. അപ്പോൾ ഇത് മറ്റേ ഫെവിക്കോൾ വെച്ചെടുത്ത് തന്നെ ഞാൻ രണ്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫെവിക്കോള്. പിന്നെ ഇവിടെയുള്ള ഡെറ്റോളിൻ്റെ സാനിറ്റൈസറാണ്. ഞാൻ വെറുതെ യൂസ് ചെയ്യുന്ന ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി ആയിരുന്നു, തീർക്കൊന്നുമില്ല. ഞാൻ പേപ്പർ സോപ്പൊക്കെ ആക്കാറുണ്ട്, പേപ്പർ വെച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാം. വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം. അതിലേക്ക് വേണ്ടി ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്യും. അങ്ങനത്തെ വാച്ചൊക്കെ നമുക്ക് ഒരു സൈഡ് വെക്കാം. എന്താ വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് മെയിൻ കിട്ടുന്നത് കാഷ്വോ വാച്ചില്ലാത്ത സ്കൂളിൽ പോകാനേ പറ്റാറില്ല ഫ്രണ്ട്സ്. എന്നിട്ട് ഞാൻ വാച്ചൊക്കെ ഒരു സൈഡ് വെച്ചു. ഇനി ഈ സൈഡിലത്തെ ബുക്കൊക്കെ നമുക്കൊന്ന് എടുക്കണം. എൻ്റെ അടുത്ത് ഷാർപ്പനറൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ ഒരുപാട് വേസ് പേപ്പർ ഇതൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് വീണ്ടും ഒരു വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ സ്കൂളാണ്, സാഗ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്, ഇംഗ്ലീഷ് മീഡിയം. ഇതാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന നോട്ട്ബുക്കിൽ അത് എൻ്റെ പഴയ ക്ലാസ്സാണ്, 4th B എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ 6th Bയിലാണുള്ളത്. ഇത് നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് ബുക്സൊക്കെ. നമ്മുടെ സ്കൂളിൻ്റെ പിക്കല്ല സ്മൈൽ ഇച്ചുന എന്ന് വെച്ചിട്ടാണ്. അവിടെയൊക്കെ ഭയങ്കര ഡേർട്ടിയാണ്. അതൊന്നും അതിൽ ഇന്നൊരു ദിവസം ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് ടൈമില്ല. അതായത് ഈദ് പ്രിപ്പറേഷനൊക്കെ ചെയ്യാനുള്ള എല്ലാം കൊണ്ട് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിതൊക്കെ ഇതാക്കാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് എഡിയാക്കുന്നതെന്ന് പറയുന്നത് ഈദിൻ്റെ ഒരു ദിവസം മുമ്പാണ്. എൻ്റെ വേസ്റ്റ് പേപ്പേഴ്സൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്
പഴയ പേപ്പേഴ്സൊക്കെ ഉണ്ട്, എക്സാം പേപ്പേഴ്സ് എന്തൊക്കെ, അതൊന്നും ആവശ്യമില്ല. ഞാൻ മറ്റു ചില വെള്ളം സേവ് ചെയ്ത് വെക്കും. അങ്ങനെ ഇതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓരോരോ ബുക്കായിട്ട് നോക്കുകയാണ് ഏത് ബുക്കാണ് ആവശ്യമുണ്ടെങ്കിൽ. ഞാൻ നോട്ട് ബുക്സൊക്കെ ഞാനിത് ഈ സൈഡിലേക്ക് നീറ്റാക്കി വെക്കാണ്. അവിടെ എന്തോ ഒരു പൊന്നിനുള്ളതുകൊണ്ട് നേരെ വെക്കാൻ പറ്റുന്നില്ല. ഇതാണ് എൻ്റെ 6th സ്റ്റാൻഡേർഡിലെ ആർട്ട് ബുക്ക് എന്ന് പറയുന്നത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് എഴുതിയിട്ടുള്ള ആർട്ട് ബുക്കാണ്. ഇതും നല്ല ക്യൂട്ടാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് ഫസ്റ്റ് കളർ വീൽസ്, പ്രൈമറി കളർ, സെക്കൻഡറി കളേഴ്സ്, ടെറിട്ടറി കളേഴ്സ് ആൻഡ് ഓപ്പോസിറ്റ് കളേഴ്സ്, പിന്നെ ടൈപ്സ് ഓഫ് പെൻസിൽ, കളേഴ്സ്, ഷേപ്പ്, അങ്ങനെ 2B, HB, 4B, 6B അതൊക്കെയാണ്. ഷെയ്ഡിങ് പെൻസിൽസ്, ആപ്പിൾ, അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ആർട്ട് ബുക്കിലുള്ളത്. പറഞ്ഞാൽ വാട്ടർ കളറിനെ കുറിച്ച് ചെയ്യാൻ, റോസ്, അതൊക്കെ നമുക്ക് ചെയ്യേണ്ടത്രയാണുള്ളത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് നമുക്ക് സാറ് പറഞ്ഞു തരും. പറഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ നല്ല കളേഴ്സ്. ആ ഫസ്റ്റ് കളർ വീൽ വെച്ചാണ് ചെയ്യുന്നത്. ഇത് കാണാം പെൻസിൽ ഷെയ്ഡിങ്. ഇത് രണ്ടാമത് ചെയ്ത് ഞാനാണ്. ഷെയ്ഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡ്രോയ്ക്കാണ്. നോസൊക്കെ വെച്ചിട്ട് ഇതെൻ്റെ സിസ്റ്റർ വെച്ചതാണ്. പിന്നെ വേറെ എന്തും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യണമെന്നുണ്ട്. ബട്ട് സാറ് നമുക്ക് ക്ലാസ് എടുത്തു തരും ആർട്ടിനെ കുറിച്ചിട്ട്. അതിനുശേഷം നമ്മളൊരു രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ്. മാഗസിൻ പേപ്പേഴ്സൊക്കെ വെച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആർട്ട് ബുക്ക് ചെയ്യാനെന്ന് പറയുന്നത്. അപ്പം ആർട്ട് ബുക്ക് ചെയ്യാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാനെൻ്റെ ആർട്ട് ബുക്ക് ആ ഒരു സൈഡിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓരോരോ ബുക്കായിട്ട് നോക്കുകയാണ്. ഇതൊരു സൈബർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബുക്കാണ് സ്കൂളിലത്തെ. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് അതൊക്കെയാണ് ഇപ്പോൾ ഇത് പഠിപ്പിക്കുന്നുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് എത്രയാണ്. ഞാൻ ടെക്സ്റ്റ് ബുക്സ് ഞാൻ വിചാരിച്ചു നോട്ട് ബുക്സിൻ്റെ മീറ്റായിട്ട് വെക്കാൻ വിചാരിച്ചു. പിന്നെ വീണ്ടും അവിടുന്ന് ഒരു പിങ്ക് വാച്ച് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് വാച്ച് ഉണ്ട്. ഞാൻ അധികം കാശോ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഷാർപ്നറുണ്ട്. ഈ ഷാർപ്നർ ഞാൻ മീറ്റത്തെ കളർ പെൻസിൽ കളേഴ്സൊക്കെ ഇടുന്നതിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ സൈഡിലത്തെ ബുക്സൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു സിസർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മൗലമീൻ്റെ ആ കവറിൽ ഒരുപാട് സീസേഴ്സ് ഉണ്ടായിട്ട് അതിലേക്ക് ഞാൻ വീണ്ടും സീസേഴ്സ് വെച്ച് അങ്ങനെ ഞാൻ ഓരോ ബുക്സായിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇത് എൻ്റെ സ്കൂൾ മദ്രസത്തെ ബുക്കാണ്. നമുക്ക് വെച്ചാൽ അടുത്ത മദ്രസ ഉണ്ട്. അപ്പോൾ അടുത്ത മദ്രസയിലും ഒക്കെ ആയിട്ട് ബുക്കുണ്ട്. അങ്ങനെ അടുത്ത ഓരോരോ ബുക്കായിട്ട് ഞാൻ ഇതിലേക്കായിട്ട് വെക്കാണ്. അവിടെ ഒരു നോട്ട് ബുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഹിന്ദി നോട്ട് ബുക്ക്. അങ്ങനെ ഞാൻ ഹിന്ദിക്ക് നമുക്ക് എഴുതിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദി നോട്ട് ബുക്ക് എടുത്തിട്ട് ഞാൻ നമ്മളെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ സൈഡിലുള്ളതൊക്കെ ഇവിടെ തന്നെ വെക്കണം. ഇതാണ് എൻ്റെ റഫ് ബുക്ക്. റഫിൽ അധികം ടൈം ടേബിൾ, ഹിന്ദി, അങ്ങനെ ഡ്രോയിങ് അങ്ങനത്തെ ഒന്നും റഫിൽ ചെയ്യാറില്ല. പിന്നെ എൻ്റെ 6th ഹിന്ദി ടെക്സ്റ്റ് ബുക്കാണ്, മെയിൻ ടെക്സ്റ്റ്. പിന്നെ ഇത് എൻ്റെ മാത്സ് ബുക്ക്. മാത്സ് ടെക്സ്റ്റ് ആവശ്യമില്ല സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പം, കാരണം ഇത് നല്ല തടിയുള്ളതുകൊണ്ട് നല്ല വെയിറ്റാണ്. അത് ഞങ്ങൾ നോട്ട് ബുക്ക് മാത്രം കൊണ്ടുപോകാനാണ് സ്കൂളിലേക്ക്. പിന്നെ അതായത് എൻ്റെ സ്റ്റിക്കർ കളക്ഷനാണ്, മൈ സ്റ്റിക്കർ കളക്ഷൻ. പിന്നെ ഇതെൻ്റെ ജേർണൽ, എൻ്റെ ഫേവറേറ്റ് ബുക്കാണ്. എൻ്റെ സിസ്റ്റർ എനിക്ക് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ് എൻ്റെ ജേർണൽ ബുക്ക്. ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ബിലീവ് ഇൻ മാജിക് യൂണിക്കോൺ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇയർ മൈ ഡ്രീം സ്റ്റാർട്ട്സ് എന്നിട്ട് ഞാനോട് ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ആസ് എ ഫസ്റ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സം മൊമെന്റ്സ് ആർ വെരി സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ്സ് നെവർ ഗെറ്റ് ബാക്ക്. അത് കോട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഞാനിത് പിങ്ക് എന്ന് എഴുതിയിട്ട് പിങ്ക് പേജാണ് രണ്ടെണ്ണയ്ക്ക്. പിന്നെ ബ്ലൂ എന്ന് എഴുതിയിട്ടായിട്ട് ഞാൻ കുറച്ച് ബ്ലൂ പേജ് സ്റ്റിക്കേഴ്സൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ബ്ലൂ പേജ് ഗേൾസ് സ്റ്റിക്കേഴ്സ്. ഇപ്പോൾ പേർപ്പിൾ അങ്ങനെ അതിലൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ യെല്ലോ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഞാൻ ഗ്രീൻ ആക്കിയിട്ടുണ്ട്. എല്ലാത്തിലും കോഡ്സ് ഉണ്ടാവും ലാസ്റ്റത്തെ പേജിൽ. ഞാനിത് ഇവിടെയൊക്കെ ഗ്രീൻ, നമുക്ക് ഇതിലൊക്കെ ഡ്രസ്സൊക്കെ വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ് ഗേൾസ് എന്ന് വെച്ചിട്ട് കുറച്ച് ഗേൾസിൻ്റെ പിക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് വെച്ചിട്ടുള്ളത് ആറ്റിറ്റ്യൂഡ് ഗേൾസിൽ. പിന്നെ ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പേജ്, കാരണം നല്ല ക്യൂട്ടായിട്ട് മിനി ടെഡി സ്റ്റിക്കേഴ്സ് അതിലേക്ക് എഴുതിയത് മിനി പേജ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പേജ് അതിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും പിങ്ക്. പിന്നെ ഇതൊക്കെ ഞാൻ അതെൻ്റെ ലിങ്ക് കയറിയതാണ്, മാഗസീനിൽ ചെയ്തതാണ്. പിന്നെ മൈ ബെസ്റ്റ് ഫ്രണ്ട് വെച്ച് കുറച്ച് ആളേക്കിന് ഞങ്ങൾ സ്കൂളിലും 3 ബെസ്റ്റീസാണുള്ളത്. പക്ഷേ ഇതിലേക്ക് 3 കിട്ടാതെ ഞാൻ 2 വെച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് എൻ്റെ ഈ ജേർണൽ ബുക്കിലുള്ളത്. പിന്നെ ഈ സ്റ്റിക്കർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടല്ല ഇതിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിൽ ഞാൻ വെച്ചിട്ടുള്ള ഒരുപാട് സംഭവം വെച്ചിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് എനിക്ക് കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് അതൊക്കെ വെച്ച് ഞാൻ സ്റ്റിക്കർ മെറ്റീരിയൽസ് ജേർണലിന് വേണ്ടി ആക്കും. ഫസ്റ്റ് എൻവിറോൺമെൻ്റ് ഒരു ഫോട്ടോ, പിന്നെ ഒരു ബേർഡിൻ്റെ ഫോട്ടോ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫോട്ടോ ഉണ്ട്. പിന്നെ ഒരു അലമരത്തിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് ഇത് ഒരുപാട്. ഇതൊക്കെ ഞാൻ മാഗസീൻ എത്താൻ ഇത് ഒരു ഫ്ലവേഴ്സിൻ്റെ ആണ്. ഇതൊക്കെ ഞാൻ മാരേജ് പേപ്പറത്തെ ഇതൊക്കെ കട്ട് ചെയ്താണ്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് അതിന് കിട്ടും. പിന്നെ അതൊക്കെ ഞാൻ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്താണ് മൈ സ്റ്റിക്കർ കളക്ഷൻ എന്ന് പറഞ്ഞത് ഇടാൻ. പിന്നെ മോം എഴുതിയിട്ടുള്ള അത് മാഗസീൻ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഒരു സ്റ്റിക്കർ, ഈ ഒരു പിക്ക് ഇത് ഞാൻ വിചാരിച്ച് ഇതിലേക്കൊരു കോട്ട് ചെയ്തിട്ടേക്കാം.
ഹിജാബി വൺ നോൺ ഹിജാബി ഫ്രണ്ട് എന്നൊക്കെ എഴുതിയിട്ട്. പിന്നെ ആ മോമിൻ്റെ പിക്കാണ് ഇത് കാണിക്കുന്നത്. അത് മൈ സ്റ്റിക്കർ കളക്ഷൻ ഇത് ചെയ്തിട്ടുള്ള ഇത് ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ആ സൈഡത്തെ സാധനം വെച്ചാൽ അപ്പം എനിക്ക് വീണ്ടും ഒരു ഫെവിക്കോൾ കിട്ടി. എൻ്റെ ഫെവിക്കോൾ കണ്ട് എല്ലാവരും ഞെട്ടും, കാരണം എനിക്ക് ഒരുപാട് ഫെവിക്കോൾസ് ഉണ്ട്. അത് ഞാൻ മൈ സ്റ്റിക്കർ കളക്ഷൻ എന്നുള്ളത് അവിടെ വെക്കുന്നുണ്ട്. ശേഷം എൻ്റെ ഒരു മിനി ബുക്കാണ് ഇത്, എനിക്കിപ്പോൾ ദുബായിൽ നിന്ന് വന്നതാണ്. അത് ഞാനിവിടെ ജേർണൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ സോങ് എഴുതിയിട്ട് ഞാൻ സോങ് മഴവിൽ എഴുതി. പിന്നെ ഡെയിലി റൂട്ടീൻ ചെയ്തിട്ടുണ്ട് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട്. പിന്നെ ഞാൻ ഇവിടെ 2 ഡെയിലി റൂട്ടീനാണ് ചെയ്തിട്ടുള്ളത്. ശേഷം ഡെയിലി റൂട്ടീൻ കഴിഞ്ഞതിന് ശേഷം ഡയറി എഴുതിന്. ഡയറി ഞാൻ എഴുതിയതെന്ന് പറയുന്നത് ഒന്നാണ് ഡയറി ഓവറേറ്റ് ഡ്രോയിങ് ആണ്. ഡ്രോയിങ് ഞാൻ 2 ചെയ്തത്, ക്യൂട്ടായിട്ടുള്ള ഹൗസും അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡയറിയാണ് ചെയ്തിട്ടുള്ളത്. ജൂൺ 3 വേണ്ടിയിട്ടുള്ള സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. വേറെ ഞാൻ അതിലേക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്താ അവിടെ വെച്ച്. പിന്നെ എൻ്റെ സ്റ്റിക്കി നോട്ട്സ് ആണുള്ളത്. സ്റ്റിക്കി നോട്ട്സ് എനിക്ക് ഒരുപാട് സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒരുപാടായിട്ട് വെച്ചാൽ ഞാനത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ കാൽക്കുലേറ്റർ, ഇത് ഞാൻ എൻ്റെ ബാക്ക് സ്കൂൾ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. കാഷ്യോൻ്റെ കാൽക്കുലേറ്റർ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, നല്ല യൂസ്ഫുൾ ആണ്. അങ്ങനെ ഞാനത് ബീച്ചിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ താഴെ എന്തായിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്, അതൊക്കെ ആവശ്യമില്ല. അതിൻ്റെ ഒരു സ്റ്റിക്കറിന് കിട്ടിയ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. അതിന് എൻ്റെ ഇവിടെ ഒരു കളർ പെൻസിലുണ്ട്, അത് ഞാൻ മീത്തത്തെ കളർ ബോക്സിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജേർണൽ ബുക്ക് വെക്കാൻ ചോദിച്ചു. പിന്നെ ബാക്കിയെല്ലാ ബുക്സും വെച്ചിട്ടായിട്ട് ജേർണൽ വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ജേർണലിൽ എടുത്തിട്ടായിട്ട് അതിൻ്റെ മീത്ത് ഞാനെന്താ എൻ്റെ വേറൊരു ബുക്കുണ്ട്, ആ ബുക്ക് ഞാൻ വെക്കാണ്. ശേഷം ഇത് ഞാൻ പിന്നെയും ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മലയാളം വർക്ക് ബുക്കാണ്. ഞാൻ ചോദിച്ചതിൻ്റെ ഇംഗ്ലീഷ് വർക്ക് ബുക്ക്, ഇതിൻ്റെ മലയാളം വർക്ക് ബുക്കാണ്. അത് ഞാനത് വെച്ചതിന് ശേഷം എല്ലാത്തിനും ടോപ്പിലായിട്ട് ഞാൻ എൻ്റെ ജേർണൽ ബുക്ക് വെക്കുന്നുണ്ട്. ശേഷം ഇതാ പൗച്ചും വെക്കുന്നുണ്ട്. പൗച്ചും ജേർണലും സെയിം കളറാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് സ്റ്റിക്കേഴ്സ്. ക്യൂട്ട് 20 സ്റ്റിക്കേഴ്സാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയാണ്. ഓൺലി 177 റുപ്പീസാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ്. ഞാൻ ജേർണലിൽ യൂസ് ചെയ്ത് ഇതാണ്. ഇങ്ങനത്തെ 20 ഷീറ്റ്സ് ഉണ്ട്. ഞാൻ പാതി ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിലൊക്കെ പാതി ഞാൻ യൂസ് ചെയ്താണ്. അപ്പോൾ അത് ജേർണൽ ബുക്കിലത്തെ പാതി സ്റ്റിക്കേഴ്സ് ഞാൻ ഇതിൽ യൂസ് ആക്കിയാണ്. ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ്. ഇത് പർപ്പിൾ, പിങ്ക്, അങ്ങനെ ഓരോ കളേഴ്സായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇതിൽ ബ്രൗൺ കളറുള്ള ഡ്രസ്സ്, നമുക്കിതൊക്കെ ഡ്രസ്സൊക്കെ വെയർ ചെയ്താൽ കൊടുക്കും. അതിൻ്റെ പകരം ഹെയർ റിബൺ വെയറാം, ഹെയർ ബെൻഡ്, ബാഗൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടം. മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ആകെ 177 റുപ്പീസാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്ത് ഞാൻ അയച്ചതായിരിക്കും. എൻ്റെ സ്റ്റേബിൾ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെ ആ ഒരു സ്റ്റിക്കർ ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് പർപ്പിൾ കളറ് ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീറ്റത്തെ സാധനങ്ങളൊക്കെ സെറ്റാക്കണം. അവിടെ അവിടുന്ന് ഒരു കളർ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ അതിലേക്ക് വെച്ച് അതൊക്കെ ജസ്റ്റ് ഒരു വക സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ചാർജ് ചെയ്യുന്നതുണ്ട്, അതൊക്കെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ സെറ്റാബിൽ വെച്ചു. പിന്നെ ക്ലിപ്പ് അതൊക്കെ ഞാൻ അതിലേക്കും, കാരണം സ്കൂളിൽ പോകുമ്പോൾ മറ്റേ ആവശ്യം വന്നാലോ. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ സെറ്റാബിലേക്കാണ് എന്ത് വെക്കുന്നത്. ഇത് ക്ലീനാക്കാനുള്ളത്രയാണ്. അത് ഞാൻ എൻ്റെ ഷെയർ വെക്കാൻ പോകുന്നത്. ഷെയർ വെക്കണമെങ്കിൽ സ്റ്റേബിൾ അടക്കണം. അതടിച്ച് അത് അടുക്കുമ്പോൾ ഇത് കണ്ടോ അവിടെ ഒരു സ്റ്റിക്കർ. അതന്ന് ഞാൻ വാട്ടർ ബോട്ടിൽ ബാക്ക് ടു സ്കൂൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. വാട്ടർ ബോട്ടിലിൻ്റെ ഇതൊക്കെ ക്ലീനാക്കാനുള്ളത്രയാണ്. ഇതൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. ഇതാ കണ്ടത് നല്ല നീറ്റായിട്ട്, നമുക്ക് പുറത്ത് നിന്ന് നല്ല നീറ്റായി. ഫസ്റ്റ് എന്തോ വേറെ ഒരു ഇതാണ്, ഇപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓപ്പൺ ചെയ്താലും നല്ല നീറ്റായി തന്നെ എൻ്റെ ടാബിലുണ്ട്. നല്ല ക്യൂട്ടായിട്ട് നല്ല നീറ്റായി തന്നെ എൻ്റെ ടാബിൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പം നല്ല നീറ്റായിട്ടുള്ള ടാബിൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ട്രൈ ചെയ്യാം. അപ്പം ഇത്രയല്ല എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.